ഹായ് ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് വേറൊരു യാത്രയാണ്. അതിൽ പല വിശേഷങ്ങളും ഉണ്ട്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എൻ്റെ പേര് ഇമ്മാനുവൽ. അപ്പം നമ്മൾ ആദ്യത്തെ യാത്ര നമ്മൾ പോകുന്നത് ജെറുസലേമിലേക്കാണ്. ജെറുസലേം പള്ളിയൊക്കെ കണ്ടിട്ട് നമുക്ക് ചെറിയൊരു ആഘോഷമുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ബർഷയ്ക്ക് പോകാനായിട്ട് ബസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് അറാദ് സെൻട്രൽ ബസ് സ്റ്റേഷൻ. അപ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്യുകയാണ്. അറാദിൽ എർഗീവറായിട്ട് വർക്ക് ചെയ്യാണ്. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറി ബർഷയ്ക്കായിട്ടുള്ള ബസ് കാത്തിരിക്കുകയാണ്. ഇവിടെ അയാൾ ആ വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാട്ടോ. അപ്പോൾ നമുക്ക് ബർഷ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ബർഷയിൽ എത്തിയതിന് ശേഷം ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ് പ്രിയ സുഹൃത്തുക്കളെ. അങ്ങോട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ജെറുസലേം സെൻട്രൽ സ്റ്റേഷനിലെത്തി. നമ്മൾ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ജാഫ സ്ട്രീറ്റിലേക്കുള്ള എക്സിറ്റ് വഴിയാണ് നമുക്ക് പുറത്തു പോകാൻ. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ പുറത്ത് കാണാം. അങ്ങനെ നമ്മൾ ദമാസ്കസ് ഗേറ്റിൽ എത്തിയിരിക്കുകയാണ്. ജാഫ സ്ട്രീറ്റിൽ നിന്ന് ബസ് കയറി. എൻ്റെ അവിടെ എൻ്റെ അമ്മയുണ്ടായിരുന്നു കേട്ടോ ഇന്ന് പള്ളിയിൽ പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്നതാണ് ദമാസ്കസ് ഗേറ്റിലെ ഗേറ്റിൽ നിന്നും പള്ളിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു എൻട്രി. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ നല്ല കാഴ്ചകളുണ്ട്. നമുക്കത് ആസ്വദിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് പള്ളിയിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു എൻട്രി. ഇവിടെ കുറച്ച് അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം നമുക്ക് എന്തു ചെയ്തു എന്നുള്ളത് നമുക്കിതിൻ്റെ അകത്ത് കാണാം. കർത്താവിൻ്റെ മരണശേഷം കുരിശിൽ നിന്നിറക്കി കർത്താവിനെ ഇവിടെയാണ് കിടത്തിയത്. നമുക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും മനസ്സൊരുക്കി നമുക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ധൈര്യമായി.
ചെയ്യപ്പെട്ട പള്ളിയാണിത്, സ്ഥലമാണിത്. പള്ളിയിലെ പ്രാർത്ഥനയും കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബെർഷവയ്ക്ക് പോവുകയാണ്. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആഘോഷങ്ങൾ നടക്കാൻ പോകുന്നത്. IMA ബെർഷവ നടത്തുന്ന ഓണപ്പരിപാടിയാണ്, അതിനു വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി ആ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ ആൺപടകൾ, റോമിലെ ആൺപടകൾ ഒരു യുദ്ധകളത്തിലേക്ക് എന്നതുപോലെ മാസായി ഓണത്തിന് പോകുന്നുണ്ട്. നേരത്തെ ആൺപടകൾ യുദ്ധകളത്തിലേക്ക് പോകാൻ വരുന്ന പോലെ ഇതാണ് നമ്മുടെ റൂമിലെ പെൺപടകൾ. ഇവരും മാസ് ആൻഡ് ക്ലാസ്സായി യുദ്ധകളത്തിലേക്ക് ഇറങ്ങിയാണ് ഗൈസ്. തുടച്ചിടണം
അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യയോടുകൂടി IMA ബർഷക നടത്തി ഈ വർഷത്തെ ഓണം അവസാനിക്കുകയാണ് ഗൈസ്. അതേപോലെ തന്നെ ഇന്നത്തെ വ്ളോഗിനും നമ്മൾ വിരാമമിടുകയാണ്. അപ്പോൾ അടുത്ത വ്ളോഗുമായി കാണാം. ഓക്കേ, തീർന്നിട്ടില്ല, ചെറിയൊരു സർപ്രൈസ് കൂടെ ഉണ്ട്.